മഴക്കാലത്തിൽ കുരുവി തൻ വീട്. ഒരു കാലത്തില് ഒരു അഴകാർന്ന കാട്ടിൽ വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലം തുടങ്ങാൻ ഇനിയും കുറച്ചു ദിവസങ്ങളായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. ആ കാട്ടിലുള്ള പറവകളെല്ലാവരും മഴക്കാലത്തിന് വേണ്ടി വളരെ ചുറുചുറുക്കോടെ വേല ചെയ്തു. അവരൊക്കെയും മഴക്കാലത്തിന് മുന്നോടിയായി തന്റെ വീട്ടിനെല്ലാം നീട്ടി മേൽക്കൂരകൾ ശരിയാക്കി വളരെ ചുറുചുറുക്കോടെ വേല ചെയ്തു. പക്ഷേ അതേ കാട്ടിൽ കാലു റാണി എന്ന് പറഞ്ഞ 2 കാക്കകൾ ഉണ്ടായിരുന്നു. അവർ സൂര്യൻ ഉദിച്ചത് പോലും അറിയാതെ തന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അയ്യോ അയ്യോ, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ! അയ്യോ, ഈ മഴവെള്ളത്തിൽ ഞാൻ ഒലിച്ചു പോവണേ! അയ്യോ, രക്ഷിക്കണേ! എന്താ ഇത്? ഇവള് ഉറക്കത്ത് സംസാരിക്കുകയാണല്ലോ. റാണി, ആദ്യം എഴുന്നേക്ക്, എഴുന്നേക്ക്. അത് കേട്ട് തന്റെ ഉറക്കത്തിൽ നിന്ന് കാക്ക ഉണർന്നു. ഹോ ഭാഗ്യം, ഇത് ഒരു സ്വപ്നമാണോ? ഞാൻ സത്യമാണെന്ന് വിചാരിച്ചു. കാലു, ഇന്ന് ഞാൻ വളരെ ദുസ്വപ്നം കണ്ടു. നമ്മുടെ കാട്ടില് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതില് വെള്ളമെല്ലാം വന്ന് ഞാൻ അതിൽ പെട്ടു മഴവെള്ളത്തിൽ ഒളിച്ചു പോയി. സത്യമോ സ്വപ്നമോ? ഇനി മഴ വരുന്നതിന് കുറച്ചു ദിവസങ്ങളേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ വേനൽക്കാലം കഴിയും. കാലു, എനിക്ക് പേടിയാവുന്നു. നമ്മള് മഴക്കാലത്ത് എങ്ങനെ വേവിക്കും? നമ്മൾ ഉറപ്പായിട്ടും ഒരു മരവീട് കെട്ടേണ്ടിയിരിക്കുന്നു. ഓരോ പ്രാവശ്യവും നമ്മൾ ഓരോരോ വീടുകളിൽ പോയാ താമസിക്ക. ഇനി നമുക്ക് ആരും വീട്ടിൽ സ്ഥലം തരില്ല. നീ പറഞ്ഞത് ശരിയാ കാലു. വാ, നമുക്കിപ്പോ തന്നെ മരക്കട്ടകൾ ശേഖരിക്കാം. അതും പറഞ്ഞ് 2 പറവകളും മരക്കട്ടകൾ അന്വേഷിച്ചു പറന്നുപോയി. കുറെ ദൂരങ്ങളും പറന്ന കാക്കകള് വളരെ ക്ഷീണിച്ചു. അവർ ഒരു മരത്തിൽ കയറി റെസ്റ്റ് എടുക്കാൻ തുടങ്ങി. ആ സമയത്ത് മീനുക്കുരുവി വളരെ ചുറുചുറുക്കോടെ മഴക്കാലത്ത് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് തന്റെ വീട്ടിൽ വെച്ചു. റാണി, നീ അത് കണ്ടോ? എന്തൊക്കെ കാര്യങ്ങളാ അവളുടെ വീട്ടിൽ കൊണ്ടുവന്നെന്ന്. കാലു, അത് മാത്രമല്ല, അവളുടെ വീട് കണ്ടോ? എന്ത് രസമുള്ള വീടാ അത്! ഓ, ഇങ്ങനൊരു വീട് നമുക്കും കിട്ടിയാൽ എത്ര നല്ലതായിരിക്കും. റാണി, നീക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്റെ കയ്യിൽ ഒരു നല്ല ഐഡിയ ഉണ്ട്. അതും പറഞ്ഞ് റാണിക്കാക്ക തന്റെ കയ്യിലുള്ള സൂത്രം കാലുകാക്കയോട് പറഞ്ഞെടുത്തു. ഇത് നല്ലൊരു ഐഡിയ തന്നെ. വാ റാണി, നമുക്ക് ആ കുരുവിയുടെ വീട് സ്വന്തമാക്കാം. അതും പറഞ്ഞ് 2 കാക്കകളും മീനുക്കുരുവിയുടെ വീട് നോക്കി പറന്നുപോയി. മീനു, നിനക്കൊരു കാര്യം അറിയാമോ? ഞങ്ങൾ 2 പേരും ഇപ്പോൾ നിന്റെ അമ്മയുടെ കാട്ടിൽ നിന്ന് വന്നതാ. നിന്റെ അമ്മക്ക് സുഖമില്ല. അവർ വളരെ അധികം കഷ്ടപ്പെടുകയാണ്. അതും പറഞ്ഞ് മീനുക്കുരുവി തന്റെ അമ്മയുടെ അടുത്തേക്ക് പറന്നുപോയി. ആ സമയത്ത് 2 കാക്കകളും മീനുക്കുരുവിയുടെ വീട്ടിനകത്ത് പോയി കതക് പൂട്ടി വെച്ചു. അങ്ങനെ പോകുന്ന വഴിയിൽ മീനുക്കുരുവി ഒരു പ്രാവിനെ കണ്ടു. ഏയ് മീനു, ഇത്ര രാവിലെ നീ എങ്ങോട്ടേക്കാ പോകുന്നത്? പ്രാവേ, എന്റെ അമ്മക്ക് സുഖമില്ലെന്ന് കാലും റാണിയും പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ അമ്മയെ നോക്കാൻ പോകുന്നത്. ആ കാക്കകൾ വളരെ മോശമായ ആൾക്കാരാണ്. അവർ തീർച്ചയായും കള്ളമായിരിക്കും പറഞ്ഞിരിക്കുക. ഇതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് ഇങ്ങനെ തന്നെ പറഞ്ഞു. ഞാൻ തിരിച്ചു വന്ന് നോക്കുമ്പോൾ എന്റെ വീട്ടിനകത്ത് എല്ലാ കാര്യങ്ങളൊക്കെ മോഷ്ടിച്ചു പോയിട്ടുണ്ട്. പ്രാവേ, അവർ സത്യം പറഞ്ഞാണോ കള്ളം പറയാണോ എനിക്കറിയില്ല. ഞാൻ ഇത്ര അധികം ദൂരം വന്നില്ലേ, ഇനി എന്റെ അമ്മയുടെ അടുത്ത് ഞാൻ പോയി നോക്കിയിട്ട് തന്നെ വരാം. അതും പറഞ്ഞ് മീനുക്കുരുവി വീണ്ടും തന്റെ അമ്മയുടെ കാട് നോക്കി പറന്നു പോയി. അമ്മേ, ഞാൻ മീനുക്കുരുവിയാ വന്നിട്ടുള്ളത്. നിങ്ങൾ എവിടെയാ? ആ സമയം മീനുക്കുരുവിയുടെ അമ്മ കുറച്ചു മരക്കട്ടുകൾ എടുത്ത് തന്റെ വീട്ടിലേക്ക് വന്നു. മോളെ മീനു, എന്താ പറയാതെ എന്താ വന്നേ? അമ്മേ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അതെ മോളെ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ വളരെ നന്നായിട്ടുള്ളത്. നോക്ക്, ഞാൻ മഴക്കാലത്തിന് വേണ്ടി വിറക്കട്ടകൾ എടുക്കാൻ വേണ്ടിയാ പുറത്തു പോയത്. അയ്യോ, ഇപ്പതാ എനിക്ക് സമാധാനമായത്. നിങ്ങൾക്ക് സുഖമില്ലാന്ന് പറഞ്ഞ് ഞങ്ങള് കാട്ടിലെ 2 കാക്കൾ വന്ന് പറഞ്ഞു. ശരി, നീ ഇവിടെ വരെ വന്നല്ലേ, ഇന്ന് നീ ഇവിടെ തന്നെ താമസിക്ക്. നാളെ നിന്റെ കാട്ടിലേക്ക് പോവാം. വേണ്ട അമ്മ, ഞാൻ വന്ന അവസരത്തില് അവിടെ വാതിൽ തുറന്നിട്ടാ വന്നത്. ഞാൻ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോണം. അതും പറഞ്ഞ് മീനുക്കുരുവി വീണ്ടും തന്റെ കാട്ടിലേക്ക് പറന്നുപോയി. 2 കാക്കകളും മീനുവിന്റെ വീട്ടില് വളരെ സന്തോഷത്തോടെ ഉറങ്ങുമായിരുന്നു. മീനുക്കുരുവി തന്റെ കാട്ടിലേക്ക് വരുന്ന സമയത്ത് വളരെ ശക്തമായി മഴ പെയ്യാൻ തുടങ്ങി. മഴയും ഇടിയും ഒക്കെ ആയതിനാല് മീനുക്കുരുവി ഒരു മരത്തിനകത്ത്
കയറി വരുന്നു. ആ സമയത്ത് തന്റെ വീട്ടിൽ നിന്നും പുറത്തു വന്ന ജംജം കുരുവി മീനുകുരുവിനെ കണ്ടു. മീനു, നീ എന്താ എവിടെ ഇരിക്കുന്നേ? ജംജം ചേട്ടാ, ഞാൻ എന്റെ അമ്മയുടെ കാട്ടിൽ പോയി വരാണ്. വരുന്ന വഴിയില് വളരെ ശക്തമായ വെള്ളം വന്നു. മഴ വന്നത് കൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചു. നിനക്ക് കാര്യങ്ങളൊന്നും അറിയില്ലേ? മഴ കൊറേ ദിവസം ഇങ്ങനെ ഉണ്ടാവും. നീ ഇങ്ങനെ ഇവിടെ ഇരുന്നാല് ശരിയാവില്ല. ഞാൻ നിനക്ക് കൊട തരാം. നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ. അതും പറഞ്ഞ് ജംജം കുരുവി മീനുകുരുവിക്ക് തന്റെ വീട്ടിലിരുന്ന് ഒരു കുട എടുത്ത് കൊടുത്തു. അതും വാങ്ങി മീനുകുരുവി വീണ്ടും തന്റെ വീട് നോക്കി പറന്നുപോയി. തന്റെ വീട്ടിലെത്തിയ മീനുകുരുവി വീടിന്റെ അകത്ത് കതക് തുറക്കാൻ നോക്കി. പക്ഷേ കതക് അകത്തു നിന്നും പൂട്ടിരിക്കുകയായിരുന്നു. മീനു, ഇന്നു മുതൽ ഈ വീട് എനിക്കും എന്റെ ഭാര്യക്കുമാ. ഇതിനു വേണ്ടിയാണോ നിങ്ങൾ കള്ളം പറഞ്ഞ് എന്നെ എന്റെ അമ്മയുടെ കാട്ടിലേക്ക് അയച്ചത്? നോക്ക്, നീ വീട്ടിൽ നിന്ന് പുറത്തു വാ. മീനു, നീ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഈ വീടിന്റെ കതക് തുറക്കേയില്ല. നീ വേറെ വീട് നോക്കി പോ. ഉറപ്പായും ഞാൻ നിന്നെ വെറുതെ വിടില്ല. അതും പറഞ്ഞ് മീനുകുരുവി വളരെ സംഘത്തോടെ പ്രാവിന്റെ വീട് നോക്കി പറന്നുപോയി. പ്രാവ്, നീ പറഞ്ഞത് സത്യമാ? ആ കാക്കകള് എന്നോട് കള്ളം പറഞ്ഞ് എന്റെ വീട് എന്നിൽ നിന്ന് മോഷ്ടിച്ചു. മീനു, ആ കാക്കകൾക്ക് ഇത് തന്നെയാണ് പണി. നീ പേടിക്കണ്ട, ഞാൻ ഉറപ്പായും ആ കാക്കങ്ങൾക്ക് നിന്റെ വീട് ഞാൻ വാങ്ങിച്ചു തരാം. അതും പറഞ്ഞ് പ്രാവ് മീനുകുരുവിയും കൂട്ടി കയ്യിൽ ഒരു ടിഫിൻ ബോക്സും എടുത്ത് മീനുവിനെ വീട്ടിൽ നോക്കി പറന്നുപോയി. മീനുകുരുവിയും കാക്കയോട് അറിയാതെ തന്റെ വീടിന്റെ സൈഡിൽ ഒളിച്ചിരുന്നു. മീനു, മീനു, ഞാൻ നിനക്ക് വേണ്ടി നല്ല ചൂടായ പായസം എടുത്തിട്ടുണ്ട്. നിന്റെ വീട്ടിന്റെ പുറത്ത് വെക്കുവാണേ. നീ എടുത്ത് പൊയ്ക്കോട്ടാ, എനിക്ക് കുറച്ച് പണിയുണ്ടേ. അതും പറഞ്ഞ് പ്രാവ് ആ ടിഫിൻ അവിടെ വെച്ചിട്ട് അവിടെ നിന്നും പറന്നു പോയി. റാണി കേട്ടോ, പ്രാവ് നല്ല ചൂട് പായസം കൊണ്ടുവച്ചിട്ടുണ്ട്. ശരി റാണി, ഞാൻ ഈ മഴ നനഞ്ഞ ആ പായസം എടുത്തു വരാം. അതുകൊണ്ട് നീ എനിക്ക് കുറെ അധികം പായസം തരണം, ശരിയാ? അതൊന്നും പറ്റിയില്ല. എന്നാ ശരി, നമുക്ക് രണ്ടുപേർക്കും പോയിട്ട് എടുക്കാം. അതും പറഞ്ഞ് രണ്ട് കാക്കകളും വീടിന്റെ കതക് തുറന്ന് പുറത്തു വന്നു. ആ സമയത്ത് വേഗം മീനുകുരുവി തന്റെ വീടിനകത്ത് കയറി കതക് അടിച്ചു. ഇവിടെ നിന്ന് വേഗം ഓടിപ്പോയിക്കോ. ഇനി ഏത് കാലത്തും നീ എന്ത് പറഞ്ഞാലും ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. വേറെ വഴിയില്ലാതെ കാക്കകൾ വീണ്ടും തന്റെ കൂട് നോക്കി പറന്നുപോയി. ഇനി മുതൽ ഒരു പ്രശ്നവുമില്ല. ഈ മഴക്കാലം മുഴുവനും ഞാൻ ഇവിടെ തന്നെ സമാധാനമായി കഴിയാം. അതും പറഞ്ഞ് മീനുകുരുവി തന്റെ കൂട്ടിൽ കിടന്ന് സമാധാനമായി ഉറങ്ങാൻ തുടങ്ങി. അതേസമയം രണ്ട് കാക്കകളും ആ ശക്തമായ മഴയിൽ ശക്തമായ കുളിരിലും പേടിച്ച് സങ്കടത്തിൽ കൂടി തന്റെ കൂട്ടിലിരിക്കുന്നു. നമ്മൾ അപ്പോഴേ മരക്കട്ടകൾ എടുത്ത് വീട് കെട്ടണമായിരുന്നു. നിന്റെ മണ്ടത്തരം കാരണമാ നമ്മളിപ്പോഴീ മന നനയുന്നത്. മറ്റുള്ളവരെയും ഒരിക്കലും നമ്മള് കഷ്ടപ്പെടുത്തരുതെന്നുള്ള ഒരു പാഠം രണ്ടുപേരും പഠിച്ചു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്ന് കരുതിയാലേ അത് നമുക്ക് തന്നെ വിനയായി തീരും.